ഗിരിയേട്ടാ ദേ പാറു. എത്രയായി? 100. പാറു ഇതെങ്ങോട്ട് പോവാ? ഏയ് എങ്ങോട്ടല്ല, ഇവിടേക്ക് തന്നെ വന്നതാ. ഞാൻ പറഞ്ഞില്ലേ പാറു ദ ഫ്ലൈയിങ് സ്ക്വാഡ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പരിശോധനയ്ക്ക് വരുമെന്ന്. അതുപോലെ വന്നതാന്ന് കൂട്ടിക്കോ. പാറുവിന് വീട്ടിൽ ഇരുന്ന പോരായിരുന്നു? ഗിരിയേട്ടനെ കാണാതെ എത്രയെന്ന് വെച്ചാ പാറു വീട്ടിരിക്കുന്നേ അല്ലേ പാറു? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഗിരിയേട്ടൻ ഇവിടെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുമ്പോ ഞാൻ വീട്ടിലിരുന്ന് സുഖിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഇടയ്ക്ക് ഇവിടെ വന്ന് ഗിരിയേട്ടനെ സഹായിക്കാന്ന് കരുതി. അതിന്റെ ഒന്നും ആവശ്യമില്ല. പാറു വീട്ടിൽ തന്നെ ഇരുന്നാ മതി. എന്നെ സഹായിക്കാനല്ലേ ഈ കിഴങ്ങ് ഇവിടെ ഉള്ളത്. സോമോട്ടെ സഹായിക്കുന്ന പോലെയാണോ ഞാൻ സഹായിക്കുന്നത്? ഇപ്പൊ എന്തായാലും പാറു പറയുന്നേക്ക്, വീട്ടിലേക്ക് ഇല്ലേ. വെറുതെ എന്തിനാ ഇവിടെ നിന്ന് മുഷിയുന്നത്? അത് മാത്രമല്ല, ഞാനും സോമും കൂടെ ഈ സാധനങ്ങളെല്ലാം പാറുവിന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പോവാ. ഇനി കുറച്ചു നേരത്തേക്ക് കടയിൽ ഞങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ഈ കട ഇങ്ങനെ തുറന്നിട്ടിട്ട് പോവാണോ? പഠനനിലത്തേക്ക് പോയാൽ എത്ര ദൂരമുണ്ട്? ഞങ്ങളിപ്പോ അങ്ങ് വരില്ലേ? അല്ല, സാധാരണ എല്ലാ മാസവും 1-ാം തീയതി അല്ലേ ഗിരിയേട്ടൻ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നത്? അതാ മാസത്തേക്ക് മുഴുവൻ തികയുകയും ചെയ്യും. ഇന്നിപ്പോ തീയതി 16 ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് എന്തിനാ സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്? അങ്ങനെ ചോദിച്ചാ എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ മണിയേട്ടൻ വിളിച്ചു പറഞ്ഞു വീട്ടിലേക്കുള്ള സാധനം കൊണ്ടുവരണമെന്ന്. ഇതെന്തായാലും ഞങ്ങൾ കൊണ്ട് കൊടുത്തിട്ട് വരാം. ചിലപ്പോൾ അവിടെ സാധനങ്ങൾ തീർന്നാണെങ്കിലോ. പാറു ഒരു കാര്യം ചെയ്യും, തിരിച്ചു വീട്ടിലോട്ട് ഇല്ല, ഞങ്ങൾ പോയിട്ട് വരാം. ഗിരിയേട്ടൻ ഈ സാധനങ്ങൾ കൊണ്ട് എന്റെ വീട്ടിലേക്ക് പോണ്ട. അതെന്താ ഗിരിയേട്ട ഇപ്പൊ പഠനത്തെ മരുമനായതുകൊണ്ടാണോ പാറു വേണ്ടെന്ന് പറഞ്ഞേ? അത് മാത്രമല്ല, ഹോം ഡെലിവറി കട മുതലാളി തന്നെ ചെയ്യണ്ട. മുതലാളി ഹോം ഡെലിവറി ചെയ്യണ്ട. അതിനല്ല ഇവിടെ സോമേട്ടനുള്ളത്. ഈ സാധനങ്ങൾ സോമേട്ടൻ കൊണ്ടുപോയി കൊടുത്തോളും അല്ലേ സോമേട്ട? പിന്നെന്താ, ഇതെല്ലാം ഞാൻ തന്നെ കൊണ്ടു കൊടുത്തേക്കാം. പാറു പറഞ്ഞാ മതി. മുതലാളി കടയിൽ തന്നെ ഇരിക്കുന്നതാ നല്ലത്. ഇനി മുതൽ ഗിരി മുതലാളി ഉത്തരവാദിത്വത്തോടെ കടയിലിരുന്നാ മതി. ഓക്കെ? അതാണ്. എന്നാ പിന്നെ നിങ്ങൾ സാധനം കൊണ്ട് കൊടുത്തിട്ടോ. എന്നാ വണ്ടി എടുത്തോ. ശരി ചേട്ടാ. വിട്ടോ ചേട്ടാ പോവാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ശരി ഗിരിയേട്ടാ. അപ്പൊ ശരി, പോയിട്ട് വരാം. എല്ലാം ഞാൻ ഏറ്റു ഗിരിയേട്ടാ. തൊട്ടുവാ. മുതലാളി ഹോം ഡെലിവറി ചെയ്യണ്ടെന്ന് പാറു പറഞ്ഞു. എന്റെ മുതലാളി അതനുസരിച്ചു. ഇനി മുതൽ മാസം ഞാനായിരിക്കും ഇവിടെ സാധനങ്ങൾ എത്തിക്കുന്നത്. കുടുംബം തുലയ്ക്കാൻ വേണ്ടി വന്ന സന്തതി ഇവള് എന്റെ മോളായിട്ട് തന്നെ ജനിച്ചല്ലോ. കൊല്ലണം അവളെ.